കയ്യാങ്കളിക്കും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള അതിരൂക്ഷ വാക്പോരുകൾക്കും സാക്ഷ്യം വഹിച്ച് നിയമസഭ അടിച്ചുപിരിഞ്ഞു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേർക്കുനേർ വെല്ലുവിളിക്ക് പിന്നാലെ അതിനാടകീയമായ സംഭവങ്ങൾക്കാണ് സഭ വേദിയായത്. സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചും ബാനർ ഉയർത്തിയും പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങളെ ബലം പ്രയോഗിച്ചാണ് വാച്ച് ആൻഡ് വാർഡ് നീക്കിയത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും പ്രതിപക്ഷ ബഹളത്തിൽ സഭ പിരിയുന്ന അപൂർവ നടപടിക്കും നിയമസഭ സാക്ഷ്യം വഹിച്ചു. സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കേണ്ടെന്ന തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ പ്രതിപക്ഷം എടുത്തിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങളുടെ പട്ടിക മാറ്റിയതിനെ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധത്തിന് തുടക്കം. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചതിന് പിന്നാലെ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന സ്പീക്കറുടെ ചോദ്യം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡറുണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. മലപ്പുറം പരാമർശം വിവാദം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണനയ്ക്കെടുത്തു. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. സർ, ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളയാം. ഇതോടെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം തിരിഞ്ഞു. എന്ത് നിലവാരമില്ലാത്ത വാക്ക് ഞാൻ പറഞ്ഞത്? നിങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട LOP ഒരു മിനിറ്റ് പറയാം. വിട്ടുകൊടുക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല. നേതാക്കൾ തമ്മിൽ നേർക്കുനേർ പോര്. ബഹളത്തിനിടെ പ്രതിപക്ഷത്തു നിന്ന് മാത്യു കുഴൽനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ കസേരയ്ക്കടുത്തേക്കെത്തി. സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായതോടെ അനുവദിച്ച അടിയന്തര പ്രമേയ ചർച്ച പോലും വേണ്ടെന്ന് വെച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 24 തിരുവനന്തപുരം.